ഇന്ന് നമ്മൾ തുറക്കാൻ പോകുന്നത് പോക്കിമോന്റെ ഇതുവരെ റിലീസ് ചെയ്തതിൽ മോസ്റ്റ് എക്സ്പെൻസീവ് ആൻഡ് ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള 15,000 രൂപ വരുന്ന മെഗാ ചാരസോഡ് എക്സ് അൾട്രാ പ്രീമിയം കളക്ഷൻ ബോക്സ് ആണ്. ഈ ബോക്സിൽ മാത്രം കിട്ടുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചാരസോഡ് ആൻഡ് ഓറിക്കോറിന്റെ പ്രൊമോ കാർഡ് കൂടാതെ പല വെറൈറ്റി ഓഫ് സെറ്റ്സിന്റെ 18 പാക്സ് കൂടെ നമുക്ക് ഈ ബോക്സിൽ കിട്ടും. ആൻഡ് യെസ് ഗൈസ്, ഇതിനകത്ത് ഡെസ്റ്റിൻ റെഗൽസിന്റെ പാക്ക് ഉണ്ട്. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ലക്കി സബ്സ്ക്രൈബറിന് ഈ കാണുന്ന ഇല്ലുസ്ട്രേഷൻ റയറായ ആംബിപോമാണ് നമ്മുടെ ഗീവ് അവേ. ആൻഡ് ഇതിൽ എൻ്റർ ചെയ്യാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി നിങ്ങളുടെ ഫേവറേറ്റ് പോക്കിമോന്റെ പേര് താഴെ കമന്റ് ചെയ്യുക. ഗീവ് അവേ വിന്നേഴ്സിനെ January 5th നമ്മുടെ യൂട്യൂബ് ലൈവിലാണ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാർസോഡിന്റെ അൾട്രാ പ്രീമിയം കളക്ഷൻ ബോക്സ് ഇവിടെ റെഡിയാണ്. ഞാൻ ഓപ്പൺ ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാര്യം പ്രൊമോസ് മാത്രം കൊണ്ടല്ല, ഇതിനകത്ത് വേറെ പല വെറൈറ്റി ഓഫ് പാക്സും ഈവൻ മാറ്റും പൊളിയാണ് ശരിക്കും കാണാൻ വേണ്ടി. ഇതിനകത്ത് കുറച്ച് എക്സ്ക്ലൂസീവ് ഐറ്റംസ് കിട്ടും. പ്രത്യേകിച്ച് ഇതിൻ്റെ ബോക്സിൻ്റെ ബാക്കിൽ കൊടുത്തേക്കുന്ന ഈ ഒരു ഡിസൈൻ, ഈ ഒരു ഗോൾഡൻ ബ്ലൂവിലുള്ള ഒരു ഡിസൈൻ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. മെഗാ ചാർസോഡ് എക്സിനെ ഫീച്ചർ ചെയ്യുന്ന പോലത്തെ ഒരു സാധനം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരുപാട് ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഗ്ലെയർ ഒഴിവാക്കാൻ വേണ്ടി ഈ ബോക്സിൻ്റെ പ്ലാസ്റ്റിക് റാപ്പിംഗ് ഊരിയേക്കാം. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വെടിപ്പിന് കാണാൻ പറ്റും. കാര്യം ബോക്സിൻ്റെ ഡിസൈൻ ഓവറോൾ ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളി. ഇതിന് മുന്നേ ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് വാങ്ങിച്ച UPC ഇതിൻ്റെ തൊട്ട് മുന്നേ പൊക്കത്തിരിക്കുന്ന പ്രിസ്മാറ്റിക്കിൻ്റെ സൂപ്പർ പ്രീമിയം കളക്ഷൻ ബോക്സ് ആണ്. അതിലും കിട്ടുന്ന കണ്ടു ഇപ്പോൾ കുറച്ചുകൂടി വൃത്തിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതിനകത്ത് ഈ ബോക്സിനകത്ത് കണ്ടൻസ് കാണിക്കുന്നതിന് മുന്നേ ചടിപ്പോയി ഒരു ഗോൾഡൻ ബ്ലൂയിഷ്, ഒരു ബ്ലൂ ഫ്ലെയിം ടച്ചുള്ള നമ്മുടെ മെഗാ ചാർസോഡ് എക്സിനെ ഇൻസ്പയർ ചെയ്യുന്ന മെഗാ ചാർസോഡ് എക്സിൻ്റെ കിടിലൻ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. എസ്പെഷ്യലി എനിക്ക് ആ ഗോൾഡൻ ബ്ലൂ ഒരു കോൺട്രാസ്റ്റ് വന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിൻ്റെ പുറകിൽ കാണുന്ന ഇതാണ് ഞാൻ ഈ ബോക്സിൽ നമ്മുടെ മെയിൻ കണ്ടൻസ്. ഈ ബോക്സിൽ മാത്രം കിട്ടുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിലൊന്നാണ് നമ്മുടെ ഈ ചാർസോഡിൻ്റെ ഈ പ്രൊമോ കാർഡും ഓറിക്കോറിൻ്റെ ഈ പ്രൊമോ കാർഡും നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് കിട്ടും. അതിനെക്കുറിച്ച് എനിക്ക് ചെറിയ ഓറിക്കോറിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതിന് എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഞാൻ നമ്മൾ ബോക്സ് തുറക്കുമ്പോൾ പറയാം. അതുകൂടാതെ ഇതിനകത്ത് ഒരു ഓറിക്കോറി എക്സ് മെഗാ ചാർസോഡ് എക്സ് 65 കാർഡ് സ്ലീവ്സ് ഉണ്ട്. കാർഡ് സ്ലീവ്സ് കൂടാതെ ഇപ്പോൾ ഈ കാർഡ് സ്ലീവ്സിനൊക്കെ എന്തൊരു മാർക്കറ്റാണ്. നാട്ടിൽ കാർഡ് സ്ലീവ്സിനൊരു മാർക്കറ്റ് ഉണ്ടെന്ന് ഞാൻ റീസെൻ്റ്ലിയാണ് അറിയുന്നത് ശരിക്കും. ആൻഡ് ഇതിനകത്ത് 18 പാക്സ് ഉണ്ട്. പക്ഷേ എല്ലാം നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫ്ലെയിംസിൻ്റെ പാക്കല്ല, പല സെറ്റ്സിനുള്ള പാക്കാണ്. അപ്പോൾ ഇതിനകത്ത് ഡെസ്റ്റിൻ റൈവൽസ് ഉണ്ട്, സർജിങ് സ്പാർക്സ് ഉണ്ട്, ജേർണി ടുഗദർ ഉണ്ട്. ഗതി പിടിക്കാത്ത പാക്കുകളാണ് നമുക്ക് ഇതുവരെ. അതിൻ്റെ കൂടെ ഫെൻറ്റാസ്റ്റിക് ഫ്ലെയിംസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ലൈവിൽ കാണുന്നവർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവരെ അറിയാം. നമുക്ക് ഈ സെറ്റിൽ നാല് ചാർസോഡ് പ്രൊമോ കൂട്ടാതെ 4 ചാർസോഡ് ഉണ്ട്. അതിനകത്ത് 2 നമുക്ക് കിട്ടി, ഇൻക്ലൂഡിങ് ദ ഗോൾഡൻ വൺ. അത് ഫുൾ റേറ്റ് ഭയങ്കര കുറവുള്ള സാധനമായിരുന്നു, ബട്ട് അത് നമുക്ക് കിട്ടി. പക്ഷേ നമുക്ക് ആ ഒരു SIR ചാർസോഡ് കിട്ടാനുണ്ട്. അഗെയിൻ ഈ എഴുതിയേക്കുന്നത് സാധനമാണെങ്കിൽ ചുമ്മാ കിടിലായിട്ടുണ്ട്, ഭയങ്കര നൈസായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോക്സിൽ ഇപ്പോൾ UPC തുറക്കുന്നവർ, അൾട്രാ പ്രീമിയം കളക്ഷൻ ബോക്സ് തുറക്കുന്നവരൊന്നും ഇതുവരെ ഞാൻ തുറന്ന് ഹിറ്റ്സ് ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ അന്ന് ഹിറ്റ്സ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് നമുക്ക് പ്രൊമോയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ പറ്റിയൊരു കിടിലൻ അടിപൊളി ബോക്സ്. ശരിക്കും നമുക്ക് സീൽഡാക്കി വെക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഇത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സീൽഡാക്കി വെക്കാം. ഞാനൊരു 3x3 പോളിസിയാണ് ഫോളോ ചെയ്യുന്നത്. ഒരെണ്ണം ഞാൻ സ്റ്റോർ ചെയ്യും, ഒരെണ്ണം നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരെണ്ണം ചാനൽ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞാനിപ്പോൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ ബോക്സ് അങ്ങ് സ്ലൈഡ് ചെയ്യാം. അടിപൊളി. ഇങ്ങനെ ഒന്ന് കണ്ടു വെച്ചോട്ടെ. ഓക്കെ, അടിപൊളി. ഇത് നേരെ സ്ലൈഡ് ചെയ്ത് ഇത് മാറും. നേരെ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെയാണ്. ആൻഡ് ഇതിൻ്റെ ബാക്കിൽ എടുക്കട്ടെ. ഒരു പ്രീമിയം ബോക്സ് ഫീൽ ഉണ്ട് ശരിക്കും. ഒരു പ്രീമിയം ബോക്സ് അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ഇങ്ങനെ വെച്ച് നമുക്ക് നേരെ ഇതിൻ്റെ ടോപ്പ് വ്യൂ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ക്യാമറ ചെറുതായിട്ടൊന്നും മാറ്റിയിട്ടുണ്ട്. കാര്യം എപ്പോഴും ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ബോക്സ് തുറക്കുന്നതിന് ഒരു ടോപ്പ് വ്യൂ ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഗൈസ്, അടിപൊളി സീൻ സാധനം. ഇതിങ്ങനെ നിൽക്കോ ഇല്ലെന്ന് എനിക്ക് ഡൗട്ടുണ്ട്, ബട്ട് നമുക്ക് നോക്കാം. തൽക്കാലത്തേക്ക് ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് നേരെ പ്രമോസിലേക്ക് നമുക്ക് വേണമെങ്കിൽ രണ്ടാമത് പോകാം. നമുക്ക് ഫസ്റ്റ് ഇതുപോലെ തന്നെ ഞാൻ പോരും. ഇത് പണിയാവാൻ തോന്നുന്നു. ഞാനൊന്ന് മടക്കി. ഓക്കെ, ഫസ്റ്റ് തിങ്, ഇത് മെറ്റലാണ്. ഓക്കെ, നോർമലി വരുന്ന TCG കോയിൻസിന് അത് മെറ്റൽ അല്ലായിരിക്കും. ഇത് നോർമലി പ്ലാസ്റ്റിക് ആയിരിക്കും, ബട്ട് ഇത് മെറ്റാലിക്കാണ്. ഇതിന് മുന്നേ ഇതുപോലത്തെ മെറ്റൽ സാധനം കണ്ടത് നമ്മുടെ 151 UPCക്കകത്ത് ഉണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരു മെറ്റൽ നൈസ് ഒരു കിടിലൻ കോയിനുണ്ട്. കൊള്ളാം, ഒരു റെയിൻബോയിഷ് ടച്ച്. പിന്നെ ഇപ്പോൾ സാധാരണ
ഡൈസ് പൊതുവേ അവർ സാധാരണ ഒരു പാക്കേജിൽ തരാറ്. ഈ ഡൈസൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോക്കിമോൺ TCG കളിക്കുന്നവർക്കാണ്. TCG നമ്മുടെ ശരിക്കുള്ള കാർഡ് ഗെയിം അല്ലേ ഇത്. നമ്മൾ കളക്ടേഴ്സിനെ സംബന്ധിച്ചല്ലാതെ ഇത് ശരിക്കും TCG പോക്കിമോൺ കാർഡ്സ് കളിക്കുന്നവരുണ്ട്, അതായത് അത് ഗെയിം കളിക്കുന്നവരുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണിത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് തന്നെ തിരിച്ചു വെച്ചേക്കാം. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ കോയിനും സാധനങ്ങളെല്ലാം. അപ്പോൾ ഇതുപോലെ തന്നെ ഇത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഡെക്ക് ബോക്സ് ഉണ്ട്. ഡെക്ക് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ടൂർണമെൻറ്റിനൊക്കെ പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ തൊട്ടടുത്ത കടകളിലൊക്കെ തേഴ്സ്ഡേ നൈറ്റ്സ് ക്യാച്ചപ്പ് ഒക്കെ ഉണ്ട്. അതായത് പോക്കിമോൺ TCG ലൈവ് കളിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായിരിക്കട്ടെ. പോക്കിമോൺ TCG കാർഡ്സ് കളിക്കുന്നവരുടെ ലൈവ് ക്യാച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാ തേഴ്സ്ഡേയ്സും നമ്മുടെ അടുത്തുള്ള ഒരു കടയിൽ, ടെക്സോൺ എന്ന് പറഞ്ഞൊരു കടയിൽ ഇതുപോലത്തെ ആൾക്കാരൊക്കെ കൂടി അവരവിടെ ഇതുപോലത്തെ ഡെക്സൊക്കെ കൊണ്ടുവന്ന് അവിടെ ഗെയിം പ്ലേ കളിക്കും. ശരിക്കും ആക്ച്വലി നല്ലൊരു കമ്മ്യൂണിറ്റി ഇവൻ്റാണ്. എനിക്ക് അവിടെ ഫിലിം ചെയ്യണമെന്നുണ്ട്, പക്ഷേ ക്യാമറ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരത്ര കംഫർട്ടബിൾ ആകുമോ എന്നെനിക്ക് അറിയത്തില്ല. ആക്ച്വലി ഇത് വെൽക്രൗഡാണ്. ഓക്കെ, നൈസ്. ഇത് വെൽക്രൗഡാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു പെർമനൻറ്റ് ഡെക്ക് ബോക്സ്. സാധാരണ ഒരു ഡെക്ക് ബോക്സ് വരുന്ന അത്ര റീയൂസബിൾ അല്ല. ആൻഡ് ഇതിനകത്ത് കാർഡ് ഡിവൈഡേഴ്സും ഉണ്ട്. ഓക്കെ, എത്ര 2 കാർഡ് ഡിവൈഡേഴ്സ് ഉണ്ട്. ഒരെണ്ണം ചാർജർ എക്സ് തീമിലും. ആൻഡ് ഇത് നമുക്ക് നേരെ അടച്ച് നേരെ സൈഡിലേക്ക് മാറ്റി വെക്കാം. ആൻഡ് അടുത്ത് ബോക്സ് തുറക്കുമ്പോൾ തന്നെ എന്താ പറയുന്നില്ല, ഭയങ്കര സന്തോഷം. ഞാൻ കുറച്ച് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു നമ്മുടെ ഇത് ഒന്ന് ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാർഡ് സ്ലീവ്സ്. അപ്പോൾ ഞാൻ പുറത്തെടുക്കട്ടെ. ഇതിനകത്ത് ഏറ്റവും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ പ്രൊമോസാണ്. പാക്സ് സെക്കൻഡറി ആണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കിടിലൻ പൊളി സാധനം, ശരിക്കും അടിപൊളി. ഞാൻ ആക്ച്വലി പക്ഷേ ശരിക്കുള്ള കാർഡ്സിനൊന്നും ഞാൻ ഇങ്ങനത്തെ സ്ലീവ്സ് ഇട്ട് വെക്കാറില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ സ്ലീവും കൂടി ഞാൻ കളക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. നോർമലി ഞാൻ ഇടുന്നത് ഇങ്ങനത്തെ സ്ലീവ്സാണ്. ഇതൊരു സ്പെസിഫിക് സ്ലീവാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആൻഡ് കേട്ട സാധനം സമ്മതിക്കില്ല. മാറ്റ് എനിക്ക് തോന്നുന്നു മാറ്റ് എന്തായാലും ലാസ്റ്റ് നമുക്ക് ഇതിനകത്ത് നമ്മുടെ കാർഡ്സ് എല്ലാം വിരിച്ച് മാറ്റ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അതിന് മുന്നേ ഇനിയാണ് ഇവിടെ നമ്മുടെ കോഡ് കാർഡും ഇതിൻ്റെ ബാക്കിൽ പൊതുവെ സ്റ്റാൻഡ് കണ്ടാണ്. യെസ്, കോഡ് കാർഡ്. അപ്പോൾ ഇത് ആക്ച്വലി സ്പെഷ്യൽ കോഡ് കാർഡാണ്. ഇതിനെ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാം. മെഗാ ചാർസോട്ട് YX അൾട്രാ പ്രീമിയം കളക്ഷൻ ഡിജിറ്റൽ ബണ്ടിൽ. അപ്പോൾ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രമോസ് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, ഉറപ്പ് പറയുന്നില്ല, ബട്ട് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്തെടുത്തോ. ഞാൻ ഉപയോഗിക്കാറില്ല. ആൻഡ് വാട്ട് വി ആർ ഹിയർ ഫോർ. ഈശ്വരാ, സെൻറ്ററിങ് കൊള്ളായിരിക്കണേ. ഇറ്റ്സ് നൈസ്, ഗുഡ്, അടിപൊളി ഗൈസ്. ഓക്കെ, ഞാനിത് ആക്ച്വലി ഇതിൻ്റെ ബാക്കിലൊരു കാർഡും കൂടി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓറിക്കോറി കൂടിയുണ്ട്. നോർമലി ഇത് സീൽഡ് ആക്കി വെക്കാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ബട്ട് ഞാൻ ചാനലിന് വേണ്ടി പൊട്ടിക്കണം എന്നുള്ളതുകൊണ്ട് നോർമലി സീലിനാന്ന് എടുക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ നോർമലി സീലിനാന്ന് എടുക്കാറില്ല ഈ സാധനം. ഇതാണ് നമ്മുടെ ചാർസോഡ് EXൻ്റെ പ്രൊമോ കാർഡ്. അടിപൊളി സാധനം അല്ല, എന്നെ കിടിലൻ ടെക്സ്ചർ കേട്ടോ, ഒന്നും പറയാനില്ല. ആൻഡ് ഷിൻജി കണ്ട ആർട്ട് വർക്ക് ഓറിക്കോറിയോ. ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിങ് അല്ല, ലൈക്ക് ചാർസോഡിൻ്റെ സെൻറ്ററിങ് കുഴപ്പമില്ല. ബട്ട് നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല ഗൈസ്. അങ്ങനെ ഇപ്പോൾ സെൻറ്ററിങ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല. ബട്ട് ആക്ച്വലി ഇങ്ങനെ പിടിച്ച് കാണിച്ചു തരാം. 2 കിടിലൻ അടിപൊളി പ്രൊമോസ്. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് ഈ സെറ്റിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓറിക്കോറിയോ ഈ സെറ്റിനകത്ത് കൊണ്ടുവന്നില്ല. സെറ്റ് ഭയങ്കര ചെറുതാണ്. അത് 130 കാർഡ്സേ ഉള്ളൂ. മാസ്റ്റർ സെറ്റ് ചെയ്യാൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഭയങ്കര എളുപ്പമാണ്. അൺലെസ് ആൻഡ് അണ്ടിൽ നമുക്ക് 2 ചാർസോഡ് കിട്ടിക്കഴിയുമ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് എനിക്കൊന്ന് ഇത് 24ാമത്തെ എത്രയാണ്? 24ാമത്തെ പ്രൊമോയാണ് ഈ സെറ്റിൽ. സോ അതുകൊണ്ടാണ് ഇവിടെ ബ്ലാക്ക് സ്റ്റാറിൻ്റെ സൈഡിൽ 24 എന്ന് കിടക്കുന്നത്. അത് മെഗാ ഫാന്റാസ്മൽ ലിംസിലല്ല, മെഗാ എവല്യൂഷൻ എന്ന് പറഞ്ഞ സെറ്റിലെ 24ാമത്തെ പ്രൊമോയാണിത്. ആൻഡ് ഇത് 23. സോ 24, 23 പ്രൊമോസാണ് ഇത് ആക്ച്വലി. സോ ഇത് നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റി വെക്കാം. ഞാൻ കാർഡ്സ് ഡിസ്പ്ലേ ചെയ്യുന്നിടത്ത് എടുക്കാം. ആൻഡ് ഇത് മാറ്റി വെക്കാം. ഇനിയാണ് ഗൈസ് നമ്മുടെ വാട്ട് വി ആർ ഹിയർ ഫോർ. ഞാൻ പ്രൊമോസിന് വന്നതാണ് ശരിക്കും. കാര്യം ഈ പാക്സിലൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഇത് വെച്ച് നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ ബോക്സ് നമുക്ക് മാറ്റി വെക്കാം. പാക്സിലോട്ട് പോകുന്നതിന് മുന്നേ സർജിങ് സ്പാർക്സ് ഒക്കെ ഉണ്ട്. പേടിയാണ് കണ്ടിട്ട്. നമ്മുടെ മാറ്റ് എങ്ങനെ നോക്കട്ടെ. തലതിരിച്ചാണ് അല്ല, ഓ മോനെപ്പൊളി, കിടിലൻ സാധനം, കിടിലൻ അടിപൊളി സാധനം. നല്ല ചാർസോഡ് എക്സിൻ്റെ
എല്ലാ ഫീച്ചേഴ്സും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്, കിടിലമായിട്ടുണ്ട്. നമ്മൾ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്തായാലും പാക്സും കാര്യങ്ങളും തുറക്കാൻ പോകുന്നത്. ഒരു രക്ഷയില്ല, നല്ല അടിപൊളി നൈസ് മാറ്റ് കൊള്ളാം. അപ്പോൾ നമുക്ക് എത്ര പാക്സ് ഉണ്ടെന്ന് നോക്കാം. എനിക്ക് കറക്റ്റ് 18 പാക്കാണെന്ന് തോന്നുന്നത്. മെഗാ എവല്യൂഷൻ 1 2 3 4 മെഗാ എവല്യൂഷൻ ഉണ്ട്. ജേണി ടുഗെദർ 4 ഉണ്ട്. സർജിങ് സ്പാർക്സ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കും ചാടിപ്പോന്നെന്ന് തോന്നുന്നു. ഫെൻഡാസ്മലിൻ്റെ 4 പാക്കുണ്ട്. ഡെസ്റ്റിൻ റൈവൽസ്, ഓ മൈ ഗോഡ്, ഡെസ്റ്റിൻ റൈവൽസ് 2, സർജിങ് 2 ആണ്. ഓക്കെ, അപ്പം മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത് 16 2 18 മൊത്തം കൂടി 18 പാക്സാണ് നമുക്കുള്ളത് ഓവറോൾ. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇത് നേരെ നമുക്ക് തുറക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ പാക്സ് റെഡി, നമ്മുടെ മാറ്റ് റെഡി, എല്ലാം റെഡിയാണ്. അപ്പോൾ അതുകൂടാതെ കുറച്ച് സ്റ്റാൻഡും പിന്നെ ഹിറ്റ്സ് എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ പതിപോലെ തന്നെ ഒരു പ്രിക്കോഷണറി മെഷറിന് വേണ്ടിയിട്ട് ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം സർജിങ് സ്പാർക്സ് തന്നെ തുടങ്ങാം. ബിക്കോസ് നമ്മൾ ഏകദേശം ഉറപ്പിച്ച് എനിക്കൊന്ന് ഇതിനകത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. ഇത് നമ്മൾ സർജിങ് സ്പാർക്സ് എനിക്കൊന്ന് 100+ പാക്സ് തുറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതുവരെ കൊള്ളാവുന്നൊരു കാർഡ് നമുക്ക് ഇതുവരെ അടിച്ചിട്ടില്ല. ഇതിനകത്ത് മെയിൻലി നമ്മുടെ ഇല്ലുസ്ട്രേഷൻ റൈഡേഴ്സായ മൈലോട്ടിക്കും SARഉം പിക്കച്ചു പിന്നെ ഈ ലാറ്റിയോസ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. സോ എന്തായാലും നമുക്കൊരു ഈ മാഗ്നറ്റോണിൻ്റെ കാർഡ് കണ്ട് ഞാൻ മടുത്ത്, സത്യം പറയാമല്ലോ ഗൈസ്. ക്രൈനോ റബ്സ്ക, ഓക്കെ, നമ്മൾ വിചാരിച്ച പോലെ തന്നെ. അപ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫെൻഡാസ്മലിനെ കുറിച്ച് ആക്ച്വലി ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇതിനകത്തെ ചേസ് കാർഡായ ഗോൾഡ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്യണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 130 കാർഡ്സാണ് ഇതിനകത്തുള്ളത്. ഹോളോസ് നോൺ ഹോളോസ് ഒന്നും കൂട്ടാതെ 130 കാർഡ്സാണ് ഇതിനകത്ത് ഓൾറെഡി ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ മാസ്റ്റർ സെറ്റ് ശരിക്കും കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിട്ടുള്ള സെറ്റാണ്. പ്രൊവൈഡഡ് നമുക്ക് 2 ചാർസോടും കിട്ടിയ ബാക്കി SIRs ഒക്കെ കമ്പാരിറ്റീവ്ലി അത്ര വില ഇല്ലാത്ത SIRs ആണ്. അപ്പോൾ സർജിങ് സ്പാർക്സ് നമ്മളെ ഡിസപ്പോയിൻറ്റ് ചെയ്തില്ല. നമ്മൾ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു. സോ നമുക്ക് അടുത്ത ജേണി ടുഗെദർ തുടങ്ങാം. അപ്പോൾ മാസ്റ്റർ സെറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളൊരു സെറ്റാണിത്. ഞാനത് മാസ്റ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കിനി വേണ്ട ഒരേ ഒരു കാർഡെന്ന് പറയുന്നത് നമ്മുടെ ചാർസോഡാണ്, SAR ചാർസോഡാണ്. ബാക്കിയെല്ലാം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേഞ്ച് കിട്ടും. ഈ കോഡ് കാർഡ് എന്തൊരു കളർ വ്യത്യാസം ഉണ്ടല്ലോ ഗൈസ്, എന്തോ ഫെയ്ഡായ പോലെ. അപ്പോൾ അഫോർഡബിളായ റേഞ്ചിലുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്താകെ 4 പാക്സേ ഉള്ളൂ. അപ്പോൾ ഒഫീഷ്യലി എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ചാനലിലും പിന്നെ നമ്മുടെ ലൈവിലും അല്ലാണ്ടൊക്കെ നമ്മൾ ബൂസ്റ്റർ ബോക്സും കാര്യങ്ങളൊക്കെ 3-4 ബൂസ്റ്റർ ബോക്സ് നമ്മൾ ഓൾറെഡി തുറന്നു. പക്ഷെ നമുക്ക് ഇതുവരെ കാർഡ് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ബട്ട് ഇതോടെ ഒഫീഷ്യലി നമ്മൾ കണ്ട് നമ്മൾ നിർത്തുവാണ്. ഇടയ്ക്ക് നമ്മൾ റാൻഡമായിട്ട് പാക്സ് തുറക്കും. ബട്ട് കിട്ടോ ഇല്ല എന്നുള്ള ഭാഗ്യം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. നമുക്ക് എന്തായാലും നോക്കാം. ആക്ച്വലി ഈ പാക്സ് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇരുന്ന് പഴകിയോണ്ടാണോ പാക്കിങ് കുറച്ച് ഇതായതുകൊണ്ടാണോ എന്ന് മാത്രമല്ല, ഇതിൻ്റെ കോഡ് കാർഡ്സിനൊക്കെ ഉണ്ടോ അത് ഇങ്ങനൊരു സാധനമാണ്. നോർമലി ഒരു കോഡ് കാർഡിന് അങ്ങനെ ഒരു സാധനം ഇല്ല. ഫേക്ക് ഒന്നുമല്ല കേസ്, ഒറിജിനൽ സാധനമാണ്. ബട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ക്ലിങ്, നിംബിൾ, ലാർവിറ്റാർ, പെൻഗോരോ, ക്രിംസ്നോൾ, NPP അപ്പ്. ഇതൊരു കോൺട്രവേഴ്ഷ്യൽ കാർഡാണ്. നിങ്ങൾക്ക് അറിയാം കുറച്ചൊക്കെ. ഓക്കെ, ഫസ്റ്റ് ഇത് ഗൈസ്, ബെല്ലിബോൾ TX. നൈസ്. എനിക്ക് തോന്നുന്നത് ഓൾറെഡി നമുക്ക് ജേണി ടുഗെദറിൽ നിന്ന് ഈ കാർഡ് ഓൾറെഡി കിട്ടിയതാണ്. ബട്ട് എനിക്ക് പറഞ്ഞില്ല, എനിക്കൊരു EX ബൈൻഡർ ഉണ്ട്. നിങ്ങൾ പറ്റുന്നെങ്കിൽ ഒരു ദിവസം കാണിച്ചു തരാം. EX ബൈൻഡർ ഉണ്ട്. ആ EX ബൈൻഡറിലേക്ക് ഇത് പോകും. ജനറലി ഈ നോർമലി വരുന്ന കാർഡ്സിനേക്കാളും കുറച്ച് ഇതിൻ്റെ കളർ ഡള്ളാണ്. എനിക്ക് തോന്നുന്നത് കാർഡ്സ് എല്ലാം ഒറിജിനൽ എന്നുള്ളൊരു സംശയമില്ല. ബട്ട് കുറച്ചുകൂടി ആർട്ട് വർക്ക്സ് എനിക്ക് ഡള്ളാണ്. എനിക്ക് കുറച്ച് ഇരുന്ന് പഴകിയ പാക്ക് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ജേണി ടുഗെദറിൻ്റെ ഈവൻ പാക്സിൻ്റെ, ഓക്കെ, ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, പാക്സിൻ്റെ കളറിലാണെങ്കിൽ പോലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ കാര്യം നോർമലി പാക്സ് പൊട്ടിക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. എനിക്കൊന്നും അങ്ങനെ ഇരുന്ന് വഴികൊണ്ടാന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾ പോക്കിമോണിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ മെഗാഡ്രീം EX എന്ന് കഴിഞ്ഞ ദിവസം നമുക്കൊരു SAR ഒക്കെ അടിച്ചായിരുന്നു. നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സെറ്റാണ്. സെറ്റ്. പക്ഷേ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഇനി വരണമെന്നുണ്ടെങ്കിൽ ജാനുവരി ആവും. ജാനുവരിയിലാണ് അസെൻഡഡ് ഹീറോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഇറങ്ങുന്നത്. കാർഡൊന്നും മിസ്സായില്ലല്ലോ. അല്ലേ, ഇംഗ്ലീഷ് വേർഷൻ ഇറങ്ങുന്നത്. എനിക്ക് തോന്നുന്നത് അത് അത്യാവശ്യം അടിപൊളി സെറ്റാകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മെഗാഡ്രീം EXൻ്റെ ബോക്സിലെ അത്
അത് മേടിച്ച് സീൽഡാക്കി വെക്കുന്നത് ഭയങ്കര വർത്തിട്ടാണ്. എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ഒരെണ്ണം സീൽഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇൻവെസ്റ്റ്മെൻറ്റ് വൈസ് നോക്കുവാണെങ്കിൽ പൊളിയാണ്. കാരണം അതിനകത്ത് പുതിയ വന്നേക്കുന്ന ആർട്ട്വർക്സ് മെഗാ അറ്റാക്ക് എന്ന് പറയുന്ന സാധനങ്ങളുടെ ആർട്ട്വർക്സ്, മറ്റേ റൈറ്റിംഗ് മാഗാ സ്റ്റൈൽ റൈറ്റിംഗ് വരുന്ന സാധനങ്ങളൊക്കെ ചുമ്മാ കിടിലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കംപ്ലീറ്റ് മെഗയുടെ കംപ്ലീറ്റ് ആർട്ട് സെറ്റ് കളക്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ മിക്കവാറും ഞാൻ അത് ബോക്സ് മേടിച്ച് പൊട്ടിക്കില്ലായിരിക്കും, പക്ഷേ നേരെ അത് മേടിക്കാനാണ് സാധ്യത. അപ്പോൾ ഗൈസ് ഇതുവരെ നമുക്ക് ലൈക്ക് കാര്യമായ ഹിറ്റ്സ് ഒന്നും അടിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് നോക്കാം. നമുക്ക് നേരെ ഇതിലേക്ക് പോകാം. ഫെൻറ്റാസ്മൽ വേണ്ട, നമുക്ക് നേരെ മെഗാ എവല്യൂഷനിലേക്ക് പോകാം. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാർക്കറ്റ് കറക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് പ്രൈസ് ചെറിയൊരു യൂക്കറിൻ്റെ താഴെയാണ് ഇപ്പോൾ. അപ്പോൾ ലൈക്ക് പുതിയതായിട്ട് ആരെങ്കിലും മാർക്കറ്റിലോട്ടൊക്കെ ലൈക്ക് പോക്കിമോൺ കാർഡ്സ് കളക്ട് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർ പറയും ക്രാഷ് ചെയ്യുകയാണെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളായിട്ട് ഈ മാർക്കറ്റിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് ബൈ ചെയ്യാൻ ബെസ്റ്റ് ടൈമാണിത്. അങ്ങനത്തെ ഉള്ള ടൈം. ചില സാധനങ്ങളുടെ മാത്രമാണ് താഴത്തേക്ക്. ഇപ്പോൾ ഈ ചാർസോഡ് UPC എന്നൊക്കെ പറയുന്ന സാധനം സ്റ്റാർട്ടിങ്ങിൽ 300 USDക്ക് വിറ്റ് പോയിക്കൊണ്ടിരുന്ന, പക്ഷേ ശരിക്കും അതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 120 USD ആണ് അതിൻ്റെ വില. പക്ഷേ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിലീസ് ചെയ്ത സമയത്ത് നമുക്ക് പ്രോപ്പർ, അതായത് എനിക്ക് ഇവിടുത്തെ 120 USD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 AUDക്കാണ് ഞാൻ ഈ ബോക്സ് മേടിച്ചത്. ഇവരാവശ്യത്തിന് ഇത് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ആക്സസബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ബോക്സ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഈ മാർക്കറ്റ് കറക്ഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവർ നന്നായിട്ട് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ പോക്കിമോണിൻ്റെ പ്രൊഡക്ട്സിൻ്റെയൊക്കെ സാധനങ്ങളുടെ വില ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കുറഞ്ഞു വരുന്നത് കാണാം. പക്ഷേ അത് ജസ്റ്റ് ഒരു മാർക്കറ്റ് കറക്ഷനാണ്. ഇതിൻ്റെ മാർക്കറ്റ് എങ്ങോട്ടും പോകത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മളെ ഈവൻ ദോ എൻ്റെ ഇരിക്കുന്ന സാധനങ്ങൾ ഞാൻ എപ്പോഴും ലൈവിൽ പറയും, എൻ്റെ ഇരിക്കുന്ന സാധനങ്ങളുടെ വില കുറഞ്ഞാലും കുഴപ്പമില്ല, ഇടിഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ചുകൂടി സാധനങ്ങൾ അഫോർഡബിളായിട്ട് മേടിച്ച് പാക്സ് തുറക്കാൻ പറ്റിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന. ഇതിനെ നോക്കാം. മാറ്റൈൻ റിബൽ മൊബൈൽ EX ആണ്. ഞാൻ പറഞ്ഞില്ല, UPC അൾട്രാ പ്രീമിയം കളക്ഷൻ തുറന്നിട്ട് എനിക്കൊന്നത് ഒരു ഇല്ലുസ്ട്രേഷൻ റൈറ്റ്സ് മാക്സിമം കിട്ടേക്കുന്നുണ്ട്. ഞാൻ ആർക്കും SIR അങ്ങനെ കിട്ടുന്ന ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഡെസ്റ്റിൻ ഡ്രൈവേഴ്സ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം ഡെസ്റ്റിൻ ഡ്രൈവേഴ്സും നമ്മുടെ യോഗം എന്താണെന്ന്. പിന്നെ വേറൊരു സംഭവം എനിക്ക് അത്രയ്ക്ക് ഡൈജസ്റ്റ് ആകുന്നൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഫെൻറ്റാസൺ ഫ്ലെയിംസിൻ്റെ അൾട്രാ പ്രീമിയം കളക്ഷനാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചതൊക്കെ ഒരു 18 ഫെൻറ്റാസൺ ഫ്ലെയിംസ് ഇരുന്നങ്ങ് തുറക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റൊക്കെ ആയിരുന്നു. പക്ഷേ ഇവർ തന്നേക്കുന്നത് പല സെറ്റിൻ്റെ പാക്കാണ്. അതാണ് എനിക്ക് ആ ഒരൊറ്റ കാര്യമാണ് എനിക്ക് UPCയിൽ ഇഷ്ടമല്ലാതുള്ളത്. ബാക്കി ഇപ്പോൾ നമ്മുടെ ഈ ഇരിക്കുന്ന 151 UPC ആണെങ്കിലും അതിൻ്റെ പൊക്കത്തിരിക്കുന്ന അൾട്രാ പ്രീമിയം കളക്ഷൻ ആണെങ്കിലും സൂപ്പർ പ്രീമിയം കളക്ഷൻ പ്രിസ്മാറ്റിക്കിൻ്റെ എല്ലാത്തിലും ആ ഒരൊറ്റ സെറ്റിൻ്റെ പാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള ലൈക്ക് നല്ല കാർഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. മാത്രമല്ല ഫെൻറ്റാസ്മലിൻ്റെ പുൾ റേറ്റ്, അതായത് ചേസ് കാർഡ് കിട്ടാനുള്ള സാധ്യതയും അത്യാവശ്യം കൊള്ളാം. കാര്യം നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ എല്ലാ ബോക്സൊക്കെ തുറന്നതിന് ശേഷം പടിപടി പഫിൻ അൾട്രാ റെയർ നൈസ്. ഇത് ഒരു തവണ കിട്ടിയാണെന്ന് എനിക്ക് സംശയമുണ്ട്, ബട്ട് സ്റ്റിൽ നൈസാണ്. മെഗാ എവല്യൂഷൻ അല്ല. അപ്പോൾ നമുക്ക് എനിക്കൊന്ന് ഫെൻറ്റാസ്മലിൽ നിന്നാണ് കിട്ടിയെന്ന് തോന്നുന്നു. നമുക്കിത് എന്തായാലും സ്ലീവ് ചെയ്തേക്കാം. നൈസ്, നല്ലൊരു ആർട്ട് വർക്ക് കേട്ടോ, കൊള്ളാം, നോട്ട് ബാഡ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എക്സ്ക്ലൂസീവായിട്ട് ഇതിൻ്റെ പാക്സ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലത്തെ ചാർസോട് പുള്ളി ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി കുറച്ചുകൂടി കൂടിയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്ന കാര്യം 18 പാക്സ് നമുക്ക് തുറക്കാം. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് എ ബൂസ്റ്റർ ബോക്സ്. അപ്പോൾ ഒരു പകുതി ബൂസ്റ്റർ ബോക്സിൻ്റെ ഹാഫ് ബൂസ്റ്റർ ബോക്സ് തുറക്കുന്ന പോലത്തെ ഒരു ഫീലായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേ പല സെറ്റിൽ നിന്നുള്ള പാക്സ് കിട്ടിയത്. അങ്ങനെ തരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹിറ്റ് അടിക്കാനുള്ള സാധ്യത കുറയും. ഇപ്പോൾ നിങ്ങൾ തന്നെ നമ്മുടെ നിങ്ങൾക്ക് ഒറിജിനൽ പോക്കിമോൺ പാക്സ് മേടിക്കുന്നത് നമ്മുടെ വെബ്സൈറ്റ് pokemon.in നമുക്ക് നാട്ടിൽ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നതല്ല. ഇപ്പോൾ അവിടെ നിന്ന് തന്നെ ഇപ്പോൾ സ്റ്റാർട്ടേഴ്സ് പിള്ളേർ എന്നോട് ചോദിക്കുക ഏത് സെറ്റാണ് മേടിക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊരു 3-4 സെറ്റിൻ്റെ 2-3 പാക്ക് വെച്ച് മേടിക്കാതെ ഒരു സെറ്റിൽ തന്നെ കണ്ടിന്യൂസ് പാക്ക് മേടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഹിറ്റ് അടിക്കാനുള്ള പ്രോബബിലിറ്റി കൂടുതൽ. അങ്ങനെ നമുക്കൊരു പ്രോബബിലിറ്റി കൂടുതൽ ഇത് ഈ സെറ്റിൽ കാണുമെന്ന് ഞാൻ വിചാരിച്ചത്. കാര്യം അങ്ങനെ ഒരു പ്രോബബിലിറ്റി വന്നിട്ട് നമുക്ക് ആ ചാർസോഡ് SIR നമുക്ക് ഇതുവരെ കിട്ടാത്ത സാധനം കിട്ടി. നമുക്ക് അതിൻ്റെ മാസ്റ്റർ സെറ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. ബട്ട് ശരിക്കും അങ്ങനെ നമ്മളൊരു സാധനം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാനൊരു സാധനം ചേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടാറില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ റാൻഡമായിട്ട് ലൈവ് ഇരുന്ന് തുറന്നപ്പോഴാണ് നമുക്ക് ഗോൾഡൻ ലുക്കാറിയും ഗോൾഡൻ ചാർസോടൊക്കെ കിട്ടിയത്. അപ്പോൾ തെറ്റ് പറയാൻ പറ്റില്ല. ഫയർ എൻജി ഓൾവേസ് എൻ്റെ ഫേവറേറ്റാണ്. മാജിക് റാപ്പ്, പിച്ചു, ടോറോസ്, പെർഫെക്റ്റോ, ടീം റോക്കസ്, ഗ്രേറ്റ് ബോൾ, ലിപ്പാഡ്, സൺടെയിൽ,
ടോർച്ചിക് ഫീബസ് ക്രോമാറ്റിക്സ്. നോ വേ ഗൈസ്, ഇതുവരെ നമ്മളെ എന്നും ചതിക്കുന്ന ഡെസ്റ്റിൻ റയൽസിൽ നിന്നാണ് നമുക്ക് കൊള്ളാവുന്നൊരു ആദ്യത്തെ ഒരു പോക്കിമോൻ്റെ ഹിറ്റ് കിട്ടുന്നത്. കൊള്ളാം, നമുക്ക് ഓൾറെഡി സാധനമുണ്ട്. എനിക്കൊന്ന് ഡെസ്റ്റിൻ റയൽസിൻ്റെ മാസ്റ്റർ സെറ്റ് നമുക്ക് 90% കംപ്ലീറ്റ് ആണ്. പക്ഷേ കുറച്ച് കാർഡ്സ് മിസ്സിംഗ് ഉണ്ട്. കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്കോഴ്സ് മ്യൂട്ടു കിട്ടിയിട്ടില്ല. മ്യൂട്ടു കൂടാതെ നമുക്ക് എനിക്കൊന്ന് ഈതൻ സോഹോ കിട്ടി. ഒരു കാർഡ് കൂടി കിട്ടാനുണ്ടായിരുന്നു, എനിക്ക് മറന്നു ഏതാണ്. ലൈക്ക് മെയിൻ SAR നീഡോക്കിങ് കിട്ടിയിട്ടില്ല. പിന്നെ അങ്ങനെ കുറച്ച് കാർഡ്സ് കിട്ടാനുണ്ട്. മോൾട്ടർസ്, ടീം റോക്കറ്റ്സ് മോൾട്ടർസ്, അതെ അത് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടാനുണ്ട് ഇനി. പക്ഷേ മാസ്റ്റർ സെറ്റ് ഏകദേശം കംപ്ലീറ്റ് ആണ്. റെയർ ക്യാൻഡി എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അതിനകത്ത് നിങ്ങളതിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെസ്റ്റിൻ റയൽസിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ചെയ്യാനൊന്നും നമുക്ക് പുതിയ കാർഡ് കിട്ടുമ്പോൾ അതിനകത്ത് ആഡ് ചെയ്ത് പോകുന്നതാണ്. അവിടെ സ്ക്രോൾ ഡൊലിവ് എനർജി റീസൈക്കിളർ സ്നീസറിനെ കണ്ട് ചെയ്യാൻ പറ്റത്ത ഈ ഡെസ്റ്റിൻ റയൽസിൻ്റെ ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു 5 സെറ്റെങ്കിലും എൻ്റെ കാണും കാർഡ്സ്. 5 ബേസ് സെറ്റ് കാർഡ്സ് ഒക്കെ കാണാം. അതിന് മാത്രം പാക്സ് നമ്മൾ തുറന്നിട്ടുണ്ട്. ബട്ട് എൻ്റെ ഇതിലൊക്കെ ഉണ്ടാകുന്ന നോക്കി എൻ്റെ ഫേവറേറ്റ് പൊക്കിമോണാണ് ഗാർച്ചമ്പ്, സിൻഡിയസ് ഗാർച്ചമ്പ്. നമ്മുടെ ചാനലിൻ്റെ ഒഫീഷ്യൽ പൊക്കിമോണാണ്. ചിലർക്കൊന്നും ഇഷ്ടമൊന്നുമല്ല, പക്ഷെ എന്നാലും നമ്മുടെ ഗാർച്ചമ്പാണ് നമ്മുടെ മെയിൻ. അപ്പോൾ കോഡ് കാർഡ് വേണ്ടവർ റെഡീം എടുത്തോ. അപ്പോൾ ഡെസ്റ്റിൻ റയൽസ് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ എന്നാലും ഒരു പാക്ക് ആയതുകൊണ്ട് എപ്പോഴും ഒരു പാക്ക് ഉറക്കുമ്പോൾ എനിക്കൊരു ശുഭപ്രതീക്ഷ ഉണ്ടാവും. നോസ്പാസ്, റോട്ടം, ശുഭപ്രതീക്ഷ മുഞ്ചില്ലേ, അതുകൊണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് എല്ലാ ദിവസവും. ഓക്കെ, ഈതൻ സോഹോ കൊള്ളാം. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആർട്ട് വർക്കിൽ ഏറ്റവും കിടിലായിട്ടുള്ള ഇതാണ് ഇതിൻ്റെ ഈതൻ സോഹോയുടെ കാർഡിൻ്റെ ആർട്ട് വർക്കും കാണാൻ പൊളിയാണ്. മോൾട്ടർസും കൊള്ളാം. അതിനകത്ത് എനിക്ക് ശരിക്കും മ്യൂട്ടു എനിക്ക് ഏറ്റവും ഇതിൻ്റെ ലീസ്റ്റ് ഫേവറേറ്റ് SAR ആണ് അതിനകത്ത്. പക്ഷേ അതിനകത്ത് ഈവൻ നീഡോക്കിങ് EXും അതിലും മുകളിലാണ്. അപ്പോൾ എന്താ കോഡ് കാർഡ് ഗൈസ്. കോഡ് കാർഡിനെ കൂടി പറഞ്ഞപ്പോൾ നമ്മുടെ ഡിസ്കോഡ് ചാനലുണ്ട്. ഡിസ്കോഡ് ചാനൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു മലയാളം കമ്മ്യൂണിറ്റി ഡിസ്കോഡ് ചാനലാണ്. അപ്പോൾ മലയാളീസിന് വേണ്ടിയിട്ട്, മലയാളം പൊക്കിമോൺ എന്തൂസിയാസ്റ്റിന് വേണ്ടിയിട്ടും നമ്മൾ തുടങ്ങിയേക്കുന്ന ഒരു ചാനലാണ്. അത് അതിനകത്ത് പല സെക്ഷൻസ് ഉണ്ട്. പോക്കിമോൺ TCG പോക്കറ്റ് കളിക്കുന്നവരുണ്ട്, പോക്കിമോൺ TCG കളക്ട് ചെയ്യുന്നവരുണ്ട്, വൺ പീസ് കളക്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടായിട്ട് വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ബയോയിൽ ഇതുണ്ട്, ലിങ്കുണ്ട്, അതിൽ പോയി കയറുക. ആൻഡ് അവിടെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിങ്ങൾ പുതിയതാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരും അങ്ങനെ കുറച്ച് പേര് നമുക്ക് മെമ്പേഴ്സായിട്ട് OG കളക്ടേഴ്സും പുതിയ കളക്ടേഴ്സും ഒക്കെ അതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഡെസ്റ്റിൻ റയൽസ് നമ്മൾ ചോദിച്ചു, നോ സർപ്രൈസസ് ദെയർ. ഇനി നമുക്ക് ആകെ ഉള്ളത് 4 പാക്ക് ഓഫ് ഫാന്റാസ്റ്റിക് ഫ്ലെയിംസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തായാലും ഹിറ്റ് അടിക്കാൻ നോക്കാം. നമുക്ക് ഇതുവരെ അടിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെല്ലിബോൾ TX, ഒരു മോവൈൽ EX, ഒരു ബഡി പൊഫിൻ, പിന്നെ ഒരു ക്രോബാറ്റ് EX. ഇത്രയും ഹിറ്റാണ് അടിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം എന്തെങ്കിലും ഒരു ഇല്ലുസ്ട്രേഷൻ സാധനങ്ങൾ കിട്ടുമോ നമുക്ക് നോക്കാം. ഓക്കെ, പൊട്ടിക്കട്ടെ. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഇയർ ആക്ച്വലി പോക്കിമോണിന് ഭയങ്കര കിടിലൻ ഇയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞു വെറുതെ കൊളാക്കുന്നില്ല. നമ്മുടെ ജനറേഷൻ 10 വരുന്നുണ്ട്, പോക്കിമോൺ പൊക്കോപ്പിയ വരുന്നുണ്ട്, അങ്ങനെ പുതിയ വിൻഡ് ആൻഡ് വേവ്സ് പറഞ്ഞ ഗെയിം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റി ആയിട്ട് സ്ട്രീം ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്ന ഗെയിംസാണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പോക്കിമോൺ റിലേറ്റഡ് ഗെയിംസിൻ്റെ ഭാഗമായിട്ട് പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി ലൈവ് 6:30 നടക്കുന്ന ഡെയിലി ലൈവ് ഒക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഞാനിത് രണ്ടാമത് നോക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു ഗോൾഡൻ ചാർജർ കിട്ടിയപ്പോൾ ബാക്കിലോട്ട് ചെയ്യുന്നത് പിന്നെ വെറുതെ എങ്ങാനും ഇതിൻ്റെ ബാക്കിലുണ്ടോ ഇല്ല എന്ന് നോക്കിയതാണ് വെറുതെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഡെയിലി 6:30 ഒക്കെ ആകുമ്പോൾ നമ്മുടെ സ്ട്രീം തുടങ്ങും. നമ്മൾ ഇടയ്ക്ക് വെറൈറ്റി കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ നമ്മൾ ഗോസ്റ്റ് ഓഫ് യോട്ടയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ മെയിൻലി പോക്കിമോൺ ലെജൻഡ് RCSൽ തുടങ്ങി. പിന്നെ നമുക്ക് സ്കാൾട്ടൺ വെൽറ്റ് കളിച്ചു, അങ്ങനെ കുറേ ഗെയിംസ് കളിച്ചു. ഇപ്പോൾ റീസെൻ്റ്ലി പോക്കിമോൺ ലെജൻഡ് സെഡേ DLC നമ്മൾ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് അതുപോലത്തെ പോക്കിമോൺ ഗെയിംസിൻ്റെ ലൈവ് സ്ട്രീം കമ്മ്യൂണിറ്റിയുടെ പാട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ജോയിൻ ചെയ്യുക. ആൻഡ് മോസ്റ്റ്ലി നമ്മുടെ ഗീവേഴ്സും കാര്യങ്ങളും ലൈക്ക് കമ്മ്യൂണിറ്റി ഗീവേഴ്സ് ഞാൻ കൊടുക്കുന്നത് മാത്രമല്ല നമ്മുടെ മെമ്പേഴ്സ് കൊടുക്കുന്നതെല്ലാം നോർമലി അവിടെയാണ് നടക്കാറ്. സോ എംബോളിയൻ EX നൈസ്. എനിക്ക് എപ്പോഴും ഞാൻ സ്കെപ്റ്റിക്കലാണ് ആ ഒരു സാധനം തുറക്കുമ്പോൾ എൻ്റെ ബാക്കിൽ അതിലോട്ട് ഇരിപ്പുണ്ടോ തോരണം. ഞാനത് കഴിഞ്ഞ് അന്ന് ലൈവിൽ ലൈക്ക് നിങ്ങൾക്ക് കുറച്ചൊരു വീഡിയോ ഉണ്ടാക്കാറ് ലൈവിലെ സാധനം എൻ്റെ ബാക്കിലോട്ട് ഇരുന്നിട്ട് ഞാൻ എൻ്റെ കുറച്ച് ബൾക്കൊക്കെ പോയി തപ്പി നോക്കി ഇനി അങ്ങനെ ഇൻ കേസ് അങ്ങനെ ഒട്ടിരിപ്പുണ്ടെന്ന്. പക്ഷേ ഒന്നും കിട്ടിയില്ല മുഞ്ചി. പക്ഷേ എന്നാലും എനിക്കൊരു ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഗെയിംസും കമ്മ്യൂണിറ്റിയുടെ ഭാഗമൊക്കെ സ്ട്രീം ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മോസ്റ്റ്ലി എല്ലാവരും അറിയാത്തവരൊക്കെ
ആസ് എ കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റി അത്യാവശ്യം നല്ല വെൽക്കമിങ് ആണ്. ലൈക്ക് ഈവൻ അറിയാവുന്ന പിള്ളേരാണ് ഓൾറെഡി ഉള്ളവരൊക്കെ ആണെങ്കിൽ തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കളക്ടേഴ്സൊക്കെ ആണെങ്കിൽ പുതിയ ആൾക്കാർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഡിസ്കോഡ് ചാനലാണെങ്കിലും എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് നടപ്പുണ്ട്. സോ നിങ്ങൾക്ക് അതങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഡിസ്കോഡ് ചാനൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സ്വീക്കൂൺ ഇല്ല ഗൈസ്, സച്ച് എ ഡിസപ്പോയിൻറ്റിങ് ബോക്സ് ആയിപ്പോയി. പക്ഷേ നമുക്ക് നോക്കാം. ലാസ്റ്റ് ഫെൻറ്റാസ്മൽ ഫ്ലെയിംസ് ഗംഗാർ. ഈ ഗംഗാറിൻ്റെ ഒരു കിഡിലൻ SIR നമ്മുടെ മെഗാ ഡ്രീമിലുണ്ട്. എനിക്കത് കിട്ടിയില്ല. ബട്ട് നമുക്ക് കിട്ടിയ എൻസൊറോവർക്കിൻ്റെ സാധനം അടിപൊളിയാണ്. ഭയങ്കര കിടിലൻ ആർട്ട് വർക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, സീൽഡായിട്ട് കളക്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മെഗാ ഡ്രീം EX മേടിച്ച് സീലാക്കി വെക്കുക. അത് ഒന്നാമത് ഹൈ ക്ലാസ് സെറ്റാണ്. ഹൈ ക്ലാസ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇതിൽ വരുന്ന പോലത്തെ നമ്പേഴ്സ് അല്ല. പാക്സിൻ്റെ എണ്ണം കുറവായിരിക്കും, പക്ഷേ നമ്പർ ഓഫ് കാർഡ്സ് കൂടുതലായിരിക്കും. ഹൈ ക്ലാസ് സെറ്റാണ്. ഭാവിയിലെ ഷൈനിങ് ഫെയ്റ്റ്സ് നമ്മുടെ ഇതില്ലേ പെൾഡൈൻ ഫെയ്റ്റ്സിൻ്റെ ഇത് ജാപ്പനീസ് അതുപോലെയുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നോക്കി ലാസ്റ്റ് പാക്കിൽ എന്തായി തരുക. ഡെർമാനിറ്റൻ എന്നാണ് പറയുന്നത്. ലിനൂൺ, ബാറ്റിൽ കേജ്, ടോക്സിസിറ്റി, സേഷ്യൻ. എൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. മെഗാ ഹെയർക്രോസ് EX. ഓക്കെ, നമുക്ക് EX ശാപമാണ് ഈ ബോക്സിൽ, സത്യം പറയാമല്ലോ. അപ്പോൾ ഇതും കൂടി സ്ലീവ് ചെയ്തേക്കാം. എന്നിട്ട് നമുക്ക് കിട്ടിയ ഹിറ്റ്സ് ഹിറ്റ്സാണ്, ഒന്നും പറയില്ല. ഇത്രയുമാണ് നമുക്ക് ഹിറ്റ്സ്. പക്ഷേ ഞാൻ നേരത്തെ തുടങ്ങത്തില്ല, വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു കുറേ UPC ഇറക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുവരെ ആർക്കും അത്ര കിഡിലൻ സാധനങ്ങളൊന്നും അടിച്ച് ഞാൻ കണ്ടില്ല. പക്ഷേ നമ്മൾ മെയിൻലി വന്നത് ഇതിന് വേണ്ടിയാണ്, ഈ 2 കാർഡ്സിന് വേണ്ടിയാണ്. സോ ഇതിൻ്റെ സെൻറ്ററിങ്ങും അത്യാവശ്യം കുഴപ്പമില്ല. ബട്ട് നോട്ട് എ PS ടേൺ ടു ബി ഫ്രാങ്ക്. ഒറിക്കോറിയോ PS ടേൺ കണ്ടൻറ്ററാണ്, പക്ഷേ ചാർസോഡ് EX അല്ല. അതുകൊണ്ട് നേരെ സ്ട്രെയിറ്റ്ലി ഗോസ് ടു മൈ ബൈൻഡർ. അപ്പോൾ ബൈൻഡർ നമ്മുടെ പ്രൊമോ സെക്ഷനിലേക്ക് അത് പോകും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പോക്കിമോൺ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങൾക്ക് ഒറിജിനൽ പോക്കിമോൺ കാർഡ്സോ പാക്കോ സ്ലാബ്സോ ഒക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ പോക്കിമച്ചൻ.in ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആൻഡ് നിങ്ങൾക്ക് മലയാളം പോക്കിമോൺ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്കോഡ് ചാനൽ നമ്മുടെ ഡെയിലി ലൈവിലൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് ഒന്ന് പങ്കെടുക്കുക. അപ്പോൾ ഇതുപോലത്തെ പോക്കിമോൺ റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ഫോളോ.